ഹായ് എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വർഷം ഇറങ്ങിയിട്ടുള്ള രണ്ട് ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സാംസങ് ഗാലക്സി A71 അതുപോലെ തന്നെ Oppo Reno3 Pro തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ. ഒരുപാട് പേര് കമൻറ്റിൽ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ A71 ആണോ നല്ലത്, അല്ല Oppo Reno3 Pro ആണോ നല്ലത്, അല്ലെങ്കിൽ Huawei Nova 7i ആണോ നല്ലത് എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കൂടിയാണിത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മളിതിൽ കൂടുതൽ ക്യാമറ റിവ്യൂസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ഫുൾ കാണണം. അപ്പോൾ ഇത് കണ്ടു കഴിയുന്ന സമയത്ത് ഈ രണ്ട് ഫോണും ഇതിൽ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ടും തന്നെ വരുന്നത് പ്ലാസ്റ്റിക് ബോഡി ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ക്യൂഡ് ക്യാമറ സെറ്റപ്പാണ് രണ്ടിനും വരുന്നത്. പിന്നെ ഒന്നും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്ക് വരുന്നത് ബാക്ക് സൈഡിൽ A71ൻ്റെ ബാക്ക് സൈഡിലാണ്. നല്ല ക്രോസ് ആയിട്ട് ഡയമണ്ട് കട്ട് പോലെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ Oppo Reno3 Proയിൽ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് രണ്ടും തന്നെ ലൈറ്റൊക്കെ തട്ടുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി രണ്ട് ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ താഴ്ഭാഗത്തായിട്ട് രണ്ടിലും തന്നെ 3.5mm ഓഡിയോ ജാക്കും, പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ Type-C ചാർജിങ് പോർട്ടും, പിന്നെ ഒരു മൈക്കും, പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ Oppo Reno3 Proയിൽ വോളിയം കീസും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇനി മുകളിലായിട്ടാണ് രണ്ട് ഫോണിലും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് A71 പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം കീസും കൊടുത്തിട്ടുള്ളത്. എന്നാൽ Oppo Reno3 Proയിൽ വരുന്നത് പവർ ബട്ടൺ മാത്രമാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഇനി രണ്ട് ഫോണിലെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിലും തന്നെ സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സാംസങ് ഗാലക്സി A71 വരുന്നത് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ Oppo Reno3 Proയിൽ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ കുറച്ച് വലിയ സൈസ് ആയിട്ട് വരുന്നത് സാംസങ് ഗാലക്സി A71 തന്നെയാണ്. ഇത് സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ വരുന്നതും 2400x1080 പിക്സൽസ് ആണ്. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ വരുന്നത് 20:9 ഇനി രണ്ട് ഫോണിലെയും സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് Oppo Reno3 Proയിൽ 87.4%, സാംസങ് ഗാലക്സി A71 87.2%. അപ്പോൾ വലിയ ഡിഫറൻറ്റ് ഒന്നും വരുന്നില്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോയിൽ. അതുകൊണ്ട് തന്നെ രണ്ട് ഫോണിൽ നല്ല ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി Oppo Reno3 Proയിൽ വരുന്നത് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനാണ്. എന്നാൽ സാംസങ് ഗാലക്സി A71 വരുന്നത് Gorilla Glass 3ൻ്റെ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ Oppo Reno3 Proയിൽ വരുന്നത് 405 ppi ആണ് ഡെൻസിറ്റി വരുന്നത്. എന്നാൽ സാംസങ് ഗാലക്സി A71 വരുന്നത് 393 ppi ആണ് ഡെൻസിറ്റി വരുന്നത്. ഇനി രണ്ട് ഫോണിലും പഞ്ച് ഹോൾ ക്യാമറ ആണ് വരുന്നത്. സാംസങ് ഗാലക്സി A71 സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആണെങ്കിൽ Oppo Reno3 Proയിൽ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ ആണ്. ഇനി ഫോണുകളുടെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് ഇത് സാംസങ് ഗാലക്സി A71 515 നെറ്റ്സും അതുപോലെ തന്നെ Oppo Reno3 Proയിൽ വരുന്നത് 800 നെറ്റ്സുമാണ്. അപ്പോൾ നല്ല ഡിഫറൻറ്റ് തന്നെ ഉണ്ട് ഈ ബ്രൈറ്റ്നസ് തമ്മിൽ. ഇനി രണ്ട് ഫോണിൽ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി രണ്ട് ഫോണുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ രണ്ടിലും തന്നെ Android 10.0 സാംസങ് ഗാലക്സി A71 One UI 2 ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ Oppo Reno3 Proയിൽ വരുന്നത് കളർ OS ആയി വേർഷൻ V7 ആണ് വരുന്നത്. ഇനി ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ Oppo Reno3 Proയിൽ വരുന്നത് MediaTekൻ്റെ Helio P95 എന്നുള്ളൊരു ചിപ്സെറ്റാണ് വരുന്നത്. എന്നാൽ സാംസങ് A71 വരുന്നത് ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറയുന്നൊരു ചിപ്സെറ്റാണ്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ സാംസങ്ങിൻ്റെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 730G ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ചിപ്സെറ്റായിട്ട് വരുന്നത്. ഇനി GPU നോക്കുകയാണെങ്കിൽ Oppo Reno3 Proയിൽ വരുന്നത് പവർ VR GM9446 ആണ്. എന്നാൽ സാംസങ് ഗാലക്സി A71 Adrenoൻ്റെ 618 എന്ന് പറയുന്ന ഒരു GPU ആണ് വരുന്നത്. അപ്പം Oppo Reno3 Proയിൽ കമ്പനി പറയുന്നത് എത്ര ഹൈ ക്വാളിറ്റി വീഡിയോസ് കണ്ടാലും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള ഗെയിം കളിച്ചാലും ഒരു ഹീറ്റിൻ്റെ പ്രോബ്ലം വരുന്നില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാലും രണ്ട് ഫോണിലും തന്നെ നമുക്ക് നല്ല ഹൈ റെസൊല്യൂഷനുള്ള ഗെയിംസൊക്കെ കളിക്കാനും സാധിക്കും. ഇനി ഫോണുകളുടെ റാം ആൻഡ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ Oppo Reno3 Proയിൽ വരുന്നത് രണ്ട് വേരിയൻറ്റിലായിട്ടാണ് 8GB and 128GB, 8GB and 256GB. എന്നാൽ സാംസങ് ഗാലക്സി A71 വരുന്നത് ഒരു വേരിയൻറ്റിലാണ് 8GB and 128GB. രണ്ട് ഫോണിൽ തന്നെ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയത്ത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫോണുകളുടെ ക്യാമറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടിലും തന്നെ ക്യൂഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടിലെയും മെയിൻ ക്യാമറ വരുന്നത് 64 MP ഒരു വൈഡ് ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സാംസങ് ഗാലക്സി A71 വരുന്നത് 12 MP ഒരു അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിൽ Oppo Reno3 Proയിൽ വരുന്നത് 13 MP ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. ഇനി A71 വരുന്ന ലാസ്റ്റ് രണ്ട് ക്യാമറ 5 MP വീതമുള്ളതാണ്. അതിൽ ഫസ്റ്റ് ക്യാമറ 5 MP ഒരു മാക്രോ ക്യാമറയും രണ്ടാമത്തെ വരുന്നത് 5 MP ഒരു ഡെപ്ത് സെൻസറുമാണ്. എന്നാൽ Oppo Reno3 Proയിൽ വരുന്നത്
ലാസ്റ്റ് രണ്ട് ക്യാമറയിൽ ഫസ്റ്റ് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ വരുന്നത് 2 മെഗാ പിക്സലിൽ ഒരു ഡെപ്ത് സെൻസർ ക്യാമറയുമാണ്. അപ്പോൾ ക്യാമറകൾ തമ്മിൽ വലിയ ഡിഫറൻറ്റ് ഒന്നും വരുന്നില്ല, ചെറിയൊരു ഡിഫറൻറ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ക്യാമറയിൽ വരുന്നുണ്ട്. Oppo Reno3 Proയിലാണെങ്കിൽ നമുക്ക് അൾട്രാ നൈറ്റ് ഡാർക്ക് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലോ ലൈറ്റിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബ്രൈറ്റ് ഫോട്ടോസൊക്കെ നമുക്ക് Oppo Reno3 Pro വെച്ചിട്ടൊക്കെ എടുക്കാൻ സാധിക്കും. അതുപോലെ സാംസങ് ഗാലക്സി A71 നമുക്ക് ലൈവ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനും സാധിക്കും. ഇനി ഈ ക്യാമറകളൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ Oppo Reno3 Proയിൽ 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡും അതുപോലെ തന്നെ 180pയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡും 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ സാംസങ് A71 നമുക്ക് 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡും അതുപോലെ തന്നെ 180pയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് 60 ഫ്രെയിം പെർ സെക്കൻഡ് 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസ് എടുക്കാം. അതുകൂടാതെ 720pയിൽ നമുക്ക് 960 വരെയുള്ള സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 730G പ്രൊസസ്സർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് 960 ഫ്രെയിം പെർ സെക്കൻഡിൽ സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. എന്നാൽ Oppo Reno3 Proയിൽ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസ് നമുക്ക് സ്ലോ മോഷനിൽ എടുക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇതിൽ മാക്സിമം സൂം ചെയ്ത് എടുക്കാൻ പറ്റുന്നത് സാംസങ് A71 8x അതുപോലെ തന്നെ Oppo Reno3 Proയിൽ 5x അതുപോലെ തന്നെ 20x വരെ ഹൈബ്രിഡ് സൂം ചെയ്യാൻ സാധിക്കും. ഇനി രണ്ട് ഫോണിലും വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ സബ്ലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടെ കൂടുതലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് Oppo Reno3 Proയിലാണ്. ഇനി ഫ്രണ്ട് ക്യാമറ വരുന്നത് Oppo Reno3 Proയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ ആണ്. എന്നാൽ സാംസങ് ഗാലക്സി A71 വരുന്നത് സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആണ്. അതിൽ Oppo Reno3 Proയിൽ വരുന്ന ഫസ്റ്റ് ക്യാമറ 44 മെഗാ പിക്സലിലെ ഒരു വൈഡ് ക്യാമറ ആണ്. എന്നാൽ രണ്ടാമത്തെ ക്യാമറ വരുന്നത് 2 മെഗാ പിക്സലിൽ ഒരു ഡെപ്ത് സെൻസ് ചെയ്യാൻ പറ്റുള്ള ഒരു ക്യാമറ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബൊക്കെ എഫക്റ്റുള്ള വീഡിയോസ് ഒക്കെ ഈ സെൽഫി ക്യാമറ വെച്ചിട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നൈറ്റിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. എന്നാൽ സാംസങ് A71 32 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയേ ഉള്ളൂ. സാംസങ് ഗാലക്സി A71 നമുക്ക് ബൊക്കെ എഫക്റ്റുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. എന്നാലും കൂടുതലായിട്ടും നമുക്ക് ഡെപ്ത് ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് Oppo Reno3 Proയിൽ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഒക്കെ എടുക്കാം. ഇനി ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ സാംസങ് ഗാലക്സി A71 4Kയിലും അതുപോലെ തന്നെ 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസ് നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് സാംസങ്ങിൽ എടുക്കാൻ സാധിക്കും. എന്നാൽ Oppo Reno3 Proൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ 1080ൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഉള്ളതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റുന്നത് സാംസങ് ഗാലക്സി A71 തന്നെയാണ്. 4K വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് എടുക്കാം. ഇനി രണ്ട് ഫോണുകളിലും സെക്യൂരിറ്റി ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. രണ്ടും തന്നെ അത്യാവശ്യം സെയിം സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് ഫോണുകളിലും ഡോൾബി അറ്റ്മോസ് അവൈലബിൾ ആണ്. ഇയർഫോൺ കുത്തുന്ന സമയത്താണ് ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ക്വാളിറ്റി എഫക്റ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് രണ്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കാം. സാംസങ് ഗാലക്സി A71 വരുന്നത് 4500 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. എന്നാൽ Oppo Reno3 Proയിൽ വരുന്നത് 4025 mAh ബാറ്ററി കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് സാംസങ് ഗാലക്സി A71 കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫോണുകൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് സാംസങ് ഗാലക്സി A71 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ Oppo Reno3 Proയിൽ കൊടുത്തിട്ടുള്ളത് 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുകയാണെങ്കിൽ Oppo Reno3 Proയിൽ 0% to 50% വരെ ആവാനുള്ള ടൈം 30 മിനിറ്റ് ആണ്. എന്നാൽ സാംസങ് ഗാലക്സി A71 എടുക്കുന്ന ടൈം എന്ന് പറയുകയാണെങ്കിൽ 0% to 45% വരെ ആവാനുള്ള ടൈം 24 മിനിറ്റുമാണ്. അപ്പോൾ ചാർജർ തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നുള്ളൂ, എന്നാലും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം ബാറ്ററിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻറ്റ് തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളും തമ്മിൽ കമ്പയർ ചെയ്ത സമയത്ത് ഒരുപാട് ഡിഫറൻറ്റ് ഒന്നും വരുന്നില്ല, ചെറിയ ചെറിയ ഡിഫറൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ Oppo Reno3 Proയിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 20x വരെ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ അൾട്രാ ഡാർക്ക് മോഡ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നൈറ്റിൽ എടുക്കാം. അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ വരുന്നത്. എന്നാൽ നമുക്ക് സാംസങ് ഗാലക്സി A71 960 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ വലിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ സാംസങ്ങിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K റെസൊല്യൂഷൻ വീഡിയോസ് എടുക്കാം. അപ്പോൾ Oppo Reno3 Pro എടുക്കണോ അതുപോലെ തന്നെ സാംസങ് ഗാലക്സി A71 എടുക്കണോ എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. സാംസങ് ഗാലക്സി A71 ഇന്ത്യയിൽ വരുന്നത് 8GB and 128GBക്ക് 29,999 രൂപയും ഇനി UAE വരുന്ന പ്രൈസ് ആണെങ്കിൽ 1599 ദിറംസുമാണ്. ഇനി Oppo Reno3 Proൻ്റെ പ്രൈസ് വരുന്നത് 8GB and 128GBക്ക് 29,149 റുപ്പീസും ഈ UAEയിലാണെങ്കിൽ 1699 ദിറംസുമാണ്. ഇനി 8GB and 256GBക്ക് വരുന്നത് 32,990 രൂപയും UAEയിലാണെങ്കിൽ 1899 ദിറംസുമാണ് വരുന്നത്.
അപ്പോൾ ഇത്രയാണ് സാംസങ് ഗാലക്സി A71 അതുപോലെ തന്നെ Oppo Reno3 Pro തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ അൺലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാവുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.